വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഒരു ഇന്റേൺഷിപ്പ് ഡേ മൈ ലൈഫാണ്. ഇന്ന് നമ്മളെ ഇന്റേൺഷിപ്പിന്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എവിടെയാണ് ലൊക്കേഷൻ വരുന്നത് നമുക്ക് കറക്റ്റ് അറിയില്ല. അതുകൊണ്ട് ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സോഫ്റ്റ്രോണിക്സ് കണ്ടെത്തി. അപ്പം ഇന്റേൺഷിപ്പിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ ആണ്, അതുകൊണ്ട് നമ്മൾ തപ്പി കണ്ടിട്ടില്ല. നമ്മളോട് ഇന്റേൺഷിപ്പിന് 9 മണിക്ക് എത്താനേയും പറഞ്ഞത്. നമ്മൾ ഷാർപ്പ് 9 തന്നെയാണ് എത്തിയത്. ഇവിടെ 8:30 എത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഫൈനലി ഇന്റേൺഷിപ്പിന്റെ ഇവിടെ എത്തി. ഇന്റേൺഷിപ്പിന്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ഒക്കെ ആയിട്ടായിരുന്നു ക്ലാസ് സ്റ്റാർട്ട് ആക്കിയത്. കറങ്ങുന്ന കസേരയിലാണ് ഹസന. ഒന്ന് കറങ്ങി കാണിക്കുക ഹസന. ഫാൻ്റെ കാറ്റുവിട്ടാണ്. ഫൈനലി അങ്ങനെ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ പൈത്തൺ ആണ് ഇന്റേൺഷിപ്പിന് വേണ്ടി ചൂസ് ചെയ്തത്. നമ്മൾ പെയറായിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ഞാനും ഫർഹയാണ് പെയേഴ്സ്. ഇവരൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷനിലാണ്. നമുക്കിപ്പോൾ 10 മിനിറ്റ് ബ്രേക്ക് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ഒരു ദിവസം 5 hours ആണ് ഇന്റേൺഷിപ്പ് വരുന്നത്. ടേണിംഗ് പോയിന്റ്. അങ്ങനെ നമ്മുടെ 10 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞിരിക്കുകയാണ്. പൈത്തൺ പ്രോഗ്രാം ചെയ്യാണ് ചെയ്ത് കാണിച്ചത്. നമ്മളങ്ങനെ പൈത്തൺ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ടീം ചെയ്യുന്നുണ്ട് ആൻഡ് ഇവിടെ ഒരു ടീമും ഇവിടെ വേറൊരു ടീമും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയി. അപ്പോൾ നമ്മൾ ഇവിടെ ഗോകുലമാളിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാനും പറയും എവിടെ വന്നിരിക്കുന്നു? ഗോകുലമാൾ. എന്താണ്, ആഫ്റ്റർ ഇന്റേൺഷിപ്പിന് ശേഷം ഗോകുലമാൾ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പിന്നെ നമ്മൾ ഇവിടുത്തെ ഡ്രസ് കളക്ഷനൊക്കെ ഒന്ന് നോക്കാൻ ജസ്റ്റ് കയറിയതാണ്. പിന്നെ ഗോകുലമാളിൻ്റെ ടോപ്പിലേക്ക് കയറി. അവിടുത്തെ വ്യൂ ആണിത്. ഞങ്ങൾ അങ്ങനെ നേരെ നെസ്റ്റോയിലേക്ക് പോയി. ഞാനൊരു എഗ്ഗിൻ്റെ സംഭവം അതിന് വാങ്ങിയത്. ഫർഹൻ്റെ ഓർഡറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മളങ്ങനെ ഫുഡൊക്കെ വാങ്ങി കഴിക്കാനിരുന്നതാണ്. ഞാൻ ഓർഡർ ആക്കിയത് എഗ്ഗിൻ്റെ ഒരു ഇതായിരുന്നു. ആൻഡ് ഫർഹ ചിക്കൻ എന്തോ ഒരു ഇത് പേരൊന്നും കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനി എന്തായാലും ബിസ്ക്കറ്റ് വാങ്ങിയാലോ എന്നുള്ളൊരു സംശയത്തിലാണ്. പിന്നെ ഇവിടുത്തെ ബില്ല് ചെയ്യാനുള്ള ക്യൂവിന് ഓർത്തപ്പം പിന്നെ അതിനൊന്നും നിന്നില്ല. പിന്നെ നമ്മൾ നെസ്റ്റോന്നൊക്കെ പുറത്തിറങ്ങി. പിന്നെ നമ്മൾ നേരെ ടോയ്സിൻ്റെ ഷോപ്പിനാട്ടോ കയറിയത്. ടോയ്സ് ചെറുപ്പം മുതലേ നമ്മുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. ഇത് പറയാ ടോം ആൻഡ് ജെറി. മറന്നായി. നെക്സ്റ്റ് മിക്കി മൗസ് ഉണ്ട്. അങ്ങനെ ഒരു 4:30 ഒക്കെ ആയപ്പോൾ ഗോകുലമാളിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ പോവുകയാണ്. മാളിൽ നിന്ന് പോയി ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് മാളിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് നേരെ വീട്ടിലേക്ക്. ഇന്റേൺഷിപ്പിനെക്കാട്ടിയും വലുതായിട്ട് നമ്മൾ അടുക്കപ്പോൾ മാളിൽ പോവുകയാണ്. ജസ്റ്റ് ചിൽ. ഔട്ട്ഫിറ്റാണ്, നല്ലോണം കാണിക്കാൻ കഴിയില്ല.